ഒരു വിഷു ദിവസമാണ് നമ്മൾ പാലക്കാട് ലുലു മാളിൽ പോകാൻ തീരുമാനിക്കുന്നത്. വിഷു ദിവസം ആയതുകൊണ്ട് തന്നെ റോട്ടിൽ ഭയങ്കര ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇവരുടെ ആഘോഷവും കൊട്ടും മേളമൊക്കെ ആയിട്ട് കുറച്ച് ബ്ലോക്ക്. നമ്മളിങ്ങനെ കാറിങ്ങനെ സ്റ്റെക്കായി പോയി. അവിടെയുള്ള കമ്മിറ്റിക്കാർ, ഈ ഒരു അമ്പല കമ്മിറ്റിക്കാർ കുറച്ചൊക്കെ നമുക്ക് കാറൊക്കെ മാറ്റി ഇവരിനെയൊക്കെ മാറ്റി കുറച്ച് നല്ല രീതിക്ക് നമ്മളെ പോകാനുള്ള രീതിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും. മെയിൻ ടൗണിൽ കൂടെ പോവാതെ ഇങ്ങനെ കുറുക്ക് വഴിയിൽ കൂടെയാണ് വാപ്പ പോയിണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും വിഷു വേല മഹോത്സവം ഭയങ്കര ആഘോഷമായിരുന്നു. ഈ ദിവസം നമ്മൾ ഊട്ടിക്ക് പോകണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനാണ് നമ്മൾ ലുലു മാളിൽ പോകുന്നത്. സോ ഊട്ടി വ്ളോഗ് കാണാത്തവർ എന്ത് ചെയ്യുക, എൻ്റെ ചാനലുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടു വെക്കുക. ഞാൻ ഫുൾ ഊട്ടി അതിൽ കവർ ചെയ്തിട്ടുണ്ട് മാക്സിമം. അങ്ങനെ ബ്ലോക്കിൽപ്പെട്ട് ലാസ്റ്റ് ലുലു മാൾ എത്തി. നമ്മൾ കുറച്ച് ഈ ഒരു ബ്ലോക്കുകാരെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇതാണ് ലുലു മോളിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ലുലു മോൾ എന്ന് പറയാൻ പറ്റില്ല, ലുലു ഹൈപ്പർ മാർക്കറ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ കൊച്ചിയിലൊക്കെ കാണുന്ന പോലെ പല ഡിഫറെന്റ് ഷോപ്സ് അതൊന്നുമില്ല. മെയിനായിട്ട് ഇവിടെ ഹൈപ്പർ മാർക്കറ്റ് ആണ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ഇവർ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ലുലു മോളിന്റെ ഉള്ളിൽ കയറി നിങ്ങൾക്ക് കാണാൻ പറ്റും ലുലു ഹൈപ്പർ മാർക്കറ്റ്. നമ്മൾ മെയിനായിട്ട് സ്നാക്സ് ഫുഡ് അങ്ങനത്തെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഹൈപ്പർ മാർക്കറ്റ് മാത്രമേ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ മേലെയാണ് വേറെ പ്ലേ സ്റ്റേഷൻ ഫുഡ് അങ്ങനെയൊക്കെ ഉള്ളത്. നമ്മൾ അവിടെ പോയില്ല, ടൈം ഉണ്ടായിരുന്നില്ല. ഞാൻ അതിൽ കയറിയതോടെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. സോ ദിസ് ഈസ് ഒല്ലി എൻ്റെ വേറൊരു യൂട്യൂബ് വീഡിയോയിൽ ഒരു ഇൻ്റർവ്യൂ പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതും കാണാം. വിഷുവിൻ്റെ ആ ഒരു ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വിഷു ടൈമിൽ പോയതുകൊണ്ട്. പിന്നെ കുറേ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. കുറേ ഇങ്ങനെ നടന്ന് ചുറ്റിക്കണ്ടു. പിന്നെ വേണ്ട സാധനങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്തു. അത്യാവശ്യം കിച്ചണിലുള്ള സാധനങ്ങൾ, പ്ലേറ്റ്സ്, പേപ്പർ കപ്സ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. റിസാൻ അതിൽ കയറിയ ശേഷം പിന്നെ ഇറങ്ങുന്നേ ഇല്ല. അവൻ അതിൽ തന്നെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതുള്ളത് മീറ്റ് സെഷൻ ആണ്. പലതരം മീറ്റ് വെറൈറ്റി ആയിട്ട് മസാല തേച്ച് വെച്ചത്, തേച്ച് വെക്കാത്തത്, എന്തൊക്കെയോ പേരുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് പാർട്സ്, കുടൽ, അങ്ങനെ തല, ബ്രെയിൻ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ ഫിഷ് സെഷനും ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം. അവിടെ തന്നെ അതിൽ അവർ പ്രൈസ് കാര്യങ്ങളൊക്കെ എഴുതി. നമ്മളിവിടുന്ന് ആകെ മേടിച്ചിട്ടുള്ളത് മസാല പുരട്ടിയിട്ടുള്ള ബീഫായിരുന്നു. ഫിഷ് അതൊന്നും മേടിച്ചില്ല. ജസ്റ്റ് നമ്മളിങ്ങനെ നോക്കി. പിന്നെ അവിടെ തന്നെയുള്ള ഒരു സെഷൻസ് ആണിത്. ആ ഒരു ഫിഷ് മാർക്കറ്റ്, ചിക്കൻ, ആ ഒരു സെഷൻ്റെ ചുറ്റും ഇങ്ങനെ ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ തന്നെ ഈ സ്കൂളിലേക്ക് പോകാനുള്ള സാധനങ്ങൾ, ബോട്ടിൽസ്, ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നു നല്ല റഷും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിഷു കൂടിയല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു റഷ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഒരു കുഞ്ഞു ബോട്ടിൽ ഇങ്ങനെ ക്യൂട്ടായിട്ട് മീൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് എടുത്തു എന്നേ ഉള്ളൂ. മിർസാൻ ഇങ്ങനെ അത് വേണം, അത് വീട്ടിൽ കൊണ്ടുവന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെയും നമ്മൾ കുറേ ചുറ്റി നോക്കി. ഇതെൻ്റെ വാപ്പയും മിർസാനും ആണ്. ഇത്രയേ ഉള്ളൂ. വളരെ ഷോർട്ട് വ്ളോഗാണ്. നമ്മൾ ബില്ലിങ്ങൊക്കെ ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. പാലക്കാട് വരുമ്പോൾ തീർച്ചയായിട്ടും ലുലു മാളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് പോവാം. താങ്ക് യു ഫോർ വാച്ചിങ് ജസ് തഷിങ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഇനി ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഫോളോ ജസ് തഷിങ് ഓൺ ഇൻസ്റ്റഗ്രാം.